പ്രിപ്പറേഷൻ്റെ സമയത്ത് കുട്ടികൾ സ്ഥിരമായി വരുത്തുന്ന മിസ്റ്റേക്കുകൾ അത് ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ മിസ്റ്റേക്കുകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയതാണ് നമ്മുടെ ആദ്യ ഭാഗത്തിൽ കണ്ടത്. ഇന്നത്തെ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് സാധാരണഗതിയിൽ എന്തൊക്കെ തെറ്റുകളാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു. അത് റെക്ടിഫൈ ചെയ്യാനുള്ള പോംവഴികൾ നമ്മൾ കണ്ടെത്തി. ഇന്നത്തെ ഭാഗത്തിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് തുടങ്ങുന്നത്. തുടങ്ങുന്ന സമയത്ത് തുടക്കം നന്നായാലും ഒടുക്കം നന്നാവും എന്നുള്ള പറയുന്നത്. തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏറ്റവും ആദ്യത്തെ ഒരാഴ്ചയിലെ സ്ട്രാറ്റജി എന്തായിരിക്കണം, ഇതാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പ്രധാനമായിട്ടും എക്സാമിനേഷനിൽ തുടരെ തോൽവികൾ നേരിടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് എന്ത്, തുടക്കക്കാരുടെയും വീണ്ടും എഴുതുന്നവരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും അധികം മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് റാൻഡം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. റാൻഡം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമിനെ പറ്റിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുകയാണ്, കൂട്ടുകാർ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ടെലഗ്രാം ചാനലുകളായിരിക്കാം, ഫേസ്ബുക്കിലായിരിക്കാം, ഇൻസ്റ്റയിലായിരിക്കാം, നിങ്ങളുടെ എക്സാമിനെ പറ്റി കേൾക്കുന്നു, ഈ എക്സാം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി റാൻഡമായിട്ട് യൂട്യൂബിൽ വീഡിയോസ് കാണുന്നു, അങ്ങനെ വീഡിയോസ് കണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. നല്ല കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് കണ്ടന്റുകൾ ഒരുപാട് കിട്ടും, നല്ല കുറേ ക്ലാസ്സുകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പക്ഷേ അവിടെ പ്രശ്നം സംഭവിക്കുന്നത് എന്താണ്, എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ, എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കാതെ, എക്സാമിന് ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കാതെ റാൻഡമായിട്ട് കാണുന്ന കുറേ വീഡിയോസിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തായിരിക്കില്ല, സ്മൂത്ത് ആയിരിക്കില്ല, അത് വർക്കൗട്ട് ആയിരിക്കില്ല. അതുകൊണ്ടാണ് റാൻഡം പ്രിപ്പറേഷൻ പാടില്ല എന്ന് പറയുന്നത്. റാൻഡമായിട്ടുള്ള യൂട്യൂബ് വീഡിയോസിന്റെ പുറകെ യാതൊരു പ്ലാനും ഇല്ലാതെ, റിവിഷൻ സിസ്റ്റവും ഇല്ലാതെ പോകുന്നവർക്ക് പരാജയം നേരിടേണ്ടി വരും. ഇതല്ല നമ്മുടെ വഴി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് വേണ്ടത് സ്ട്രക്ചേർഡ് പ്ലാൻ ആണ്. പ്രോപ്പറായിട്ടുള്ള പ്ലാൻ, പ്രോപ്പറായിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജി, പ്രോപ്പറായിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ മുന്നിൽ നമ്മൾ ഡേ 1 തൊട്ട് എക്സാമിന് എങ്ങനെ അപ്പിയർ ചെയ്യണം എന്നുള്ളത് വരെയുള്ള ക്ലിയർ കട്ട് ഐഡിയ നമ്മുടെ മുന്നിൽ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, പരീക്ഷയെ മനസ്സിലാക്കണം. ഞാൻ മുന്നേയും വീഡിയോയിൽ പറയുന്നതാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, എല്ലാ പരീക്ഷയും ഒരുപോലെയല്ല. ഓരോ പരീക്ഷകൾക്കും അത് ഡിമാൻഡ് ചെയ്യുന്ന, അത് അർഹിക്കുന്ന പ്രാധാന്യം ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ കൊടുക്കണം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം, ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം, ജൂനിയർ എഞ്ചിനീയർ എക്സാം, ഗ്രൂപ്പ് ഡി എക്സാം, ഇതിനകത്തൊക്കെ ഓരോ പരീക്ഷകളും NTPC പരീക്ഷ, ഈ ഓരോ പരീക്ഷയ്ക്കും ഓരോ സബ്ജക്റ്റും കൈകാര്യം ചെയ്യേണ്ട വ്യത്യസ്ത രീതിയിലാണ്.